ഇനി മറ്റൊരു വാർത്തയിലേക്ക്. വിവാദമായ കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മുൻ MLA KK ലതിക. ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കവും ഉണ്ടായിരിക്കുന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം കാണാൻ സാധിക്കുന്നുണ്ടോ? ഹരിത, കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അതിൽ ഹൈക്കോടതി ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹൈക്കോടതി ആരോപണ വിധേയനായിട്ടുള്ള MSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഖാസിം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM അടക്കം ഇടത് കേന്ദ്രം വലിയ തരത്തിൽ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയുണ്ടായത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഇത് വലിയ തരത്തിൽ UDF-നെ പ്രതികൂട്ടിലാക്കി നടത്തിയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇടതുപക്ഷം വലിയ രീതിയിൽ UDF-നെതിരെയും മുസ്ലിം ലീഗിനെതിരെയും വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഹൈക്കോടതിയുടെ ഈ ഒരു ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് CPM വലിയ തരത്തിൽ പ്രതികൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ പ്രധാനമായും പ്രഥമ ദൃഷ്ടിയ മുഹമ്മദ് ഖാസിം ലീഗ് പ്രവർത്തകൻ ഇതിൽ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞതോടുകൂടി ഇടത് പ്രൊഫൈലുകൾ, അതായത് ഇടത് അനുകൂല നിലപാടുകൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലുകളിലേക്ക് തന്നെയായിരുന്നു ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു കുറ്റം മുന്നോട്ട് പോകുന്നുണ്ടായത്. കാരണം അമ്പാടിമുക്ക് സഖാക്കൾ അടക്കമുള്ള പോരാളി ഷാജി അടക്കമുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നിന്നാണ് ഈ ഒരു കാഫിർ പരാമർശം വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായുള്ള ഒരു പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടത് പ്രൊഫൈലുകളും ഇടതു ക്യാമ്പുമാണ് ഇതിലിപ്പോൾ ആരോപണ വിധേയമായിരിക്കുന്നത്. മാത്രമല്ല KK ലതിക MLA മുന്നേ തന്നെ, ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്ന തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് CPM വലിയ തരത്തിൽ ഇതിന് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതിന് തുടർച്ചയായാണ് ഈ കാഫിർ വിവാദത്തിന് പിന്നാലെ മുൻ MLA ആയിട്ടുള്ള KK ലതിക ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തിട്ടുമുണ്ട്. ഇതിലൊരു വലിയ പ്രതിരോധത്തിന് തന്നെയാണ് ഇതിന് കാരണമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇന്നലെ DCC പ്രസിഡന്റ് അടക്കം ഷാഫി പറമ്പിൽ MP അടക്കം ഈ KK ലതിക MLA അടക്കം അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ ഉടനടി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയായാണ് ഇപ്പോൾ മുൻ MLA ആയിട്ടുള്ള KK ലതിക ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. ശരി, മേഘ്നയാണ് വിവരങ്ങൾ നൽകിയത്.